ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അഥ ബൃഹദാരണ്യക ഉപനിഷത്ത് കാണ്വശാഃ പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം. നമ്മൾ ഉപാസന പ്രകരണം കണ്ടു. അതിൻ്റെ നിഷ്കാമമായിട്ടുള്ള ഫലം എന്തെന്നാണെന്നും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നതിന് ശേഷം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ആരംഭിച്ചു. അതിൽ പ്രഥമ ബ്രാഹ്മണം സാമാന്യമായി 20 മന്ത്രങ്ങളോടുകൂടി അജാതശത്രു ബ്രാഹ്മണം നമ്മൾ കണ്ടു. അതിനുശേഷം ദ്വിതീയ ബ്രാഹ്മണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അഥ ദ്വിതീയോധ്യായഃ ദ്വിതീയ ബ്രാഹ്മണഃ ശിശുബ്രാഹ്മണം. അതിൽ 4 മന്ത്രങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ 4 മന്ത്രങ്ങൾ എന്തിനെന്ന് വെച്ചാൽ എന്താണോ അജാതശത്രു ഗാർഗ്യൻ്റെ അടുത്ത് അവസാനം ഉപദേശിച്ചത് ആ ഉപദേശ മഹാവാക്യത്തെ അല്ലെങ്കിൽ ഉപദേശവാക്യത്തെ അല്ലെ പ്രമാണവാക്യം എന്നും അതിന് പറയും. ആ പ്രമാണവാക്യത്തെ മനസ്സിലാകാൻ സാധിക്കാത്ത സാധകർക്ക് വേണ്ടി ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം ഉപാസന പറഞ്ഞു തരികയാണ്. എന്താണ് ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ഗാർഗ്യന് ഉൾക്കൊള്ളുവാൻ സാധിച്ചത് നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലേ, അതായത് സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദം നിനക്ക് ജാഗ്രതയിലും സ്വപ്നത്തിലുമൊക്കെ കിട്ടും. എങ്ങനെ? സർവഭൂതേഷു ആത്മാനോ സർവഭൂതാനുജ ആത്മനി എന്ന തത്വത്തെ നീ ഉൾക്കൊണ്ടാൽ നിനക്ക് സാധിക്കും ഗാർഗ്യ എന്നാണ് അജാതശത്രു ഉപദേശിച്ചത്. ഇതിൽ കൂടുതൽ സത്യമായതിനെ രഹസ്യമായതിനെ എനിക്ക് പറഞ്ഞു തരാനില്ല. അത് ഗാർഗ്യന് ഉൾക്കൊള്ളാൻ സാധിച്ചു. പക്ഷെ നമ്മൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് അത് എന്തിൻ്റെയൊക്കെയോ ഡെഫിഷ്യൻസി കൊണ്ടാണ്, എന്തിൻ്റെയൊക്കെയോ പോരായ്മ കൊണ്ടാണ്. അത് പ്രാഥമികമായിട്ടും എന്തിൻ്റെ ആയിരിക്കും? അധികാരത്തിൻ്റെ. അതിനെ കുറച്ചും കൂടെ വിസ്തരിച്ചു പറഞ്ഞ ശമദമാദി മുമുക്ഷാദി വിവേക വൈരാഗ്യാദികളുടെ കുറവ് കൊണ്ടാണ്. അപ്പം അത് കൂട്ടുവാനായിക്കൊണ്ട് ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് വേണ്ടി പറഞ്ഞു. നമ്മുടെ തലത്തിലേക്ക് ആ മഹാഗുരു ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ഒരു കൃതാർത്ഥത നമുക്കുണ്ടാകണം. അദ്ദേഹം പറയുകയാണ്, സാരമില്ല മക്കളെ, വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ഉപാസന പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആ ദിവ്യചക്ഷു തുറപ്പിച്ചു തരികയാണ്. എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ദിവ്യദൃഷ്ടി. അതിന് എന്ത് ചെയ്യണം? അധികാരമുണ്ടാകണം. ആ അധികാരം വളർത്തിയെടുക്കാനായിട്ടാണ് ശിശുബ്രാഹ്മണം. നമ്മൾ കണ്ടിരുന്നു, സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി. അത്രയേ ഉള്ളൂ. എന്താണ്? എല്ലാറ്റിലും ഈശ്വരനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലേ, നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായി സാധിക്കുന്നില്ല. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ഉപാസന കൊണ്ട്. ഇവിടെ എന്താണ്? ശിശുബ്രാഹ്മണം എന്ന ബ്രാഹ്മണത്തിൽ 4 മന്ത്രങ്ങളോടുകൂടിയുള്ള ഉപാസന പറയുകയാണ്. ഇത് വളരെ നമ്മളാൽ ചെയ്യാൻ സാധിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്.
ആ ഉപാസന. പക്ഷെ നമ്മൾക്ക് ശ്രമിക്കാം അദ്ദേഹം പറഞ്ഞു തരുന്ന ഉപാസനകളിലേക്ക്. അവിടെ പ്രാണനെ പരമാത്മാ നമ്മൾ, കാരണം തൊട്ട് മുമ്പ് പ്രാണനാണല്ലോ പറഞ്ഞത്, പ്രാണാവായി സത്യം എന്നാണല്ലോ പറഞ്ഞത്. പരമാത്മാവിനെ പോലെ വലുതായ സത്യമൊന്നുമില്ല ഗാർഗ്യ എന്ന് പറഞ്ഞല്ലോ. ആ വാക്ക് തന്നെ ഇവിടെ എടുക്കുകയാണ്. നമ്മൾ ഉച്ഛ്വസിക്കുന്ന പ്രാണൻ, അല്ലെങ്കിൽ മറ്റു വ്യാഖ്യാനങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ. എന്തായിരുന്നു? പ്രാണന് 5 നാമങ്ങൾ കൽപ്പിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. ഒന്ന് ശിശു, മറ്റൊന്ന് ജഗത്ത് അല്ലെങ്കിൽ വിശ്വം, മൂന്നാമത് പഞ്ചപ്രാണൻ, നാലാമത് ഇന്ദ്രിയങ്ങൾ, 5 സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാണനെ ഇവിടെ ശിശുവായിട്ട് പ്രഥമ മന്ത്രത്തിൽ ഉപമിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ ബ്രാഹ്മണത്തിന് ശിശു ബ്രാഹ്മണം എന്ന്. അപ്പോൾ ഒന്നാമത്തെ ബ്രാഹ്മണത്തിൽ നമ്മൾ അജാതശത്രു ബ്രാഹ്മണം കണ്ടു. എന്തുകൊണ്ട്? അജാതശത്രു എന്ന മഹാഗുരു ഗാർഗ്യൻ എന്ന ഗർവിഷ്ഠനെ മാറ്റിയെടുത്തു. അപ്പോൾ ആ ഗുരുവിനോടുള്ള ആദരണാർത്ഥം അജാതശത്രു ബ്രാഹ്മണം എന്ന് പേരിട്ടു. ഇവിടെ ശിശു, നമ്മളൊക്കെ ശിശുവായി മാറാൻ ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഇവിടെ ശിശു ബ്രാഹ്മണമെന്ന് ഈ ബ്രാഹ്മണത്തിനെ വിളിക്കുന്നു. നമ്മൾക്ക് മന്ത്രത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുക. നന്നായി പ്രാർത്ഥിക്കുക, എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മൾ സൂക്ഷ്മമായി വരികയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹവും ഈ പ്രാർത്ഥനയിൽ നിന്ന് നേടിയെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്ക് ബോറടിച്ചേക്കാം, എങ്കിലും സാരമില്ല, ഞാൻ പറയുകയാണ്. നമ്മുടെ ഇവിടെ ആശ്രമത്തിലും ഇങ്ങനെ തന്നെയാണ്. സ്വാമിജി പ്രാധാന്യം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ക്ലാസ്സിലിരിക്കണം. ക്ലാസ്സിലിരുന്നിട്ട് പ്രാണായാമമുണ്ട്, പിന്നെ ധ്യാനമുണ്ട്, ജപമുണ്ട്, ശങ്കരഭാഷ്യ പാരായണമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രാധാന്യം തുടങ്ങും. അപ്പം അത്രയും ഉപാസന വേണം നമുക്ക്, ഇല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പ്രാർത്ഥനയോടെ ഇരിക്കുക. നമുക്ക് തുടങ്ങാം. അധ ശുക്ല യജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യകോ ഉപനിഷത് ദ്വിതീയോധ്യായഃ ദ്വിതീയ ബ്രാഹ്മണഃ ശിശു ബ്രാഹ്മണഃ പ്രഥമ മന്ത്രഃ. യഹ ഹ വൈ, നിങ്ങൾ അടയാളപ്പെടുത്തി പോകുക. ശിശും സാധാനം സംപ്രത്യാധാനം കോമ യോ യഹ ഹ വൈ കോമയുണ്ട് കേട്ടോ. യഹ ഹ വൈ കോമ ശിശും സാധാനം കോമ സംപ്രത്യാധാനം കോമ സസ്തൂണം കോമ സധാമം വേദ കോമ സപ്ത ഹ ദിശതഃ കോമ ഭ്രാതൃവ്യാൻ കോമ ഭ്രാതൃവ്യാൻ കോമ അവരുണദ്ധി അവരുണദ്ധി ഫുൾ സ്റ്റോപ്പ് വിരാമം അവരുണദ്ധി. അടുത്ത പാരഗ്രാഫ് അല്ലെ അടുത്ത സെന്റൻസ്, അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ കോമ അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ തസ്യ ഇദം ഏവ കോമ ആധാനം കോമ ഇദം പ്രത്യാധാനം കോമ പ്രാണഃ സ്തൂണാ കോമ അന്നം ധാമ പൂർണ്ണവിരാമം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക.
യഹ ഹവൈ കോമ ശിശും സാധാനം കോമ കോമ എന്ന് വെച്ചാൽ അവിടെ നിർത്തണം, അതാണ് യഹ ഹവൈ ശിശും സാധാനം. അങ്ങനെ അവിടെ പോസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ശിശും സാധാനം കോമ സംപ്രത്യാധാനം കോമ സസ്തൂണം കോമ സധാമം വേദ കോമ സപ്തഹ ദിഷിതഃ കോമ ഭ്രാതൃവ്യാൻ കോമ അവരുണദ്ധി വിരാമം അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം വാവ തസ്യ ഇദം ഏവ തസ്യ ഇദം ഏവ കോമ ആധാനം കോമ ഇദം പ്രത്യാധാനം കോമ പ്രാണഃ സ്തൂണാ അന്നം ധാമ. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ സപ്തഃ ദിഷിതഃ ഭ്രാതൃവ്യാൻ അവരുണദ്ധി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്തൂണാ അന്നം ധാമ. ഒന്നുകൂടെ ചൊല്ലാം, എല്ലാവരും കൂടെ ചൊല്ലുക. ഏതെങ്കിലും വാക്ക് വിട്ടുപോയാൽ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. വേറൊരു പുസ്തകത്തിൽ മന്ത്രങ്ങൾ മാത്രം അന്വയിച്ച് എഴുതുക. കാരണം നമുക്ക് പാരായണം ചെയ്യാൻ എളുപ്പമാണ്, അതൊരു സാധനയുമാണ്. അപ്പോൾ ഒരു ദിവസം ഇത് പഠിച്ചു പോകാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഒരു മന്ത്രമൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2 മന്ത്രം. അതുകൊണ്ട് ദയവായി വേറൊരു പുസ്തകത്തിലേക്ക് മന്ത്രങ്ങൾ അന്വയിച്ച് എഴുതുക. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ സപ്തഃ ദിഷിതഃ ഭ്രാതൃവ്യാൻ അവരുണദ്ധി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദം ഏവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്തൂണാ അന്നം ധാമ. യാജ്ഞവൽക്യ മഹർഷി ശിശുബ്രാഹ്മണത്തിൽ നമ്മൾക്ക് ഉപാസന പറഞ്ഞു തരികയാണ്. അപ്പം എന്തിനാണോ ശിശുബ്രാഹ്മണം എന്നും എന്തിനാണ് ഉപാസനയെന്നും വ്യക്തമായ ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്തിനാണ്, ആർക്കാണോ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കാത്തത് അവർക്ക് ആ ഈശ്വര ദൃഷ്ടി ഉണ്ടാകുവാനായി, അധികാരം നേടിയെടുക്കുവാനായി കൊണ്ട് ദ്വിതീയ ബ്രാഹ്മണത്തിൽ നിഷ്കാമ ഉപാസന നിർദ്ദേശിക്കുന്നു. അല്ലേ, വ്യക്തമാണല്ലോ അല്ലേ? ഒരു സംശയം ഉണ്ടാകരുത് മനസ്സിൽ, കാരണം അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും. പിന്നെ ഈ മന്ത്രങ്ങളുടെ പാറ്റേൺ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾക്ക് സുപരിചിതമായ വാക്കുകളേ അല്ല. മറ്റുള്ള ഉപനിഷത്തുക്കളൊക്കെ നമുക്ക് പാരായണം ചെയ്യാവുന്ന വാക്കുകളായിരിക്കും, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ വാക്കുകളൊക്കെ ഉണ്ടാകും. ഇവിടെ അതൊന്നുമില്ല. സാധാനം സംപ്രത്യാധാനം ഒന്നും നമ്മൾ പരിചയമില്ലാത്ത, അതുകൊണ്ട് ആ വാക്കുകളും നമുക്ക് പരിചയക്കുറവുള്ളത് കൊണ്ടും കുറച്ചും കൂടെ ശ്രദ്ധ വേണം. പക്ഷെ കാര്യം എളുപ്പമാണ്. വാക്കുകൾ യാജ്ഞവൽക്യ മഹർഷിയുടെ രീതി അങ്ങനെ അതുകൊണ്ടാണ് മഹാഗുരു എന്ന് വിളിക്കുന്ന യാജ്ഞവൽക്യ മഹർഷിയെ. കാരണം മറ്റുള്ള മന്ത്രദ്രഷ്ടാക്കളെ പോലെയല്ല അദ്ദേഹം. ഇങ്ങനത്തെ വാക്കുകളാണ് കടമെടുക്കുക വേദത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ എന്തിനു വേണ്ടി, ശ്രദ്ധ കൂട്ടാൻ വേണ്ടി. നമുക്ക് കേട്ട് പരിചയമുള്ളതാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറയും, പുതിയ വാക്കുകളാകുമ്പോൾ ശ്രദ്ധിക്കും. അതും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് കാര്യം എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മന്ത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എഴുതിയെടുത്തോന്നറിയില്ല, ഞാനൊരു ടേബിളൊക്കെ ഇട്ടിരുന്നു. അത് എളുപ്പത്തിന് വേണ്ടിയാണ്. സമയം കിട്ടുന്നത് പോലെ എല്ലാവരും അത് പകർത്തി വെക്കുക പുസ്തകത്തിൽ. അങ്ങനെയാണ് ഈ മന്ത്രം പഠിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഒരു പശുക്കുട്ടിയെ
മനസ്സിൽ ഓർക്കുക. കിടാവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ജനിച്ച പശുക്കുട്ടി. അപ്പം ആ പശുക്കുട്ടിയാണ് ഇവിടെ ഉപാസനയ്ക്കായിട്ട് പറയുന്നത്. അപ്പം ആ പശുക്കുട്ടിയുടെ ഓരോ ലിംഗങ്ങൾ, അതിന് കയറ് കെട്ടിയിരിക്കുന്നു. ആ കയറ് പശുക്കുട്ടി അതിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. അപ്പം ആ അമ്മ എന്താണ്, അങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്യാണ്. എന്നിട്ട് ആ പശുക്കുട്ടീനെ നമ്മൾ ഉപാസന ചെയ്യണമെന്ന്. പശുക്കുട്ടിയെ നമ്മൾ എങ്ങനെയാ അശ്വബ്രാഹ്മണം പഠിച്ചില്ലേ, അശ്വമേധ യാഗം നടക്കുമ്പോൾ അശ്വത്തിൻ്റെ ഓരോ അംഗങ്ങൾ സമഷ്ടിയുമായിട്ട് കണക്ട് ചെയ്ത് സമഷ്ടിയിൽ ഓരോന്നിനെയും ഉപാസിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെയുള്ളൂ. പക്ഷെ അത്രയും വലിയ സ്റ്റെപ്പുകൾ ഇവിടെ ഇല്ല. അവിടെ 10-22 സ്റ്റെപ്പ് നമ്മൾ കണ്ടു. കണ്ണ് കാണുമ്പോൾ, കാത് കാണുമ്പോൾ, അങ്ങനെ. ഇവിടെ അത്രയൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. അത് പ്രാണനുമായിട്ട്, പ്രാണൻ എന്തെന്ന് ഞാൻ പറയുന്നില്ല, പ്രാണനുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറയുകയാണ്. പശുവിനെ കാണുമ്പോൾ, പശുക്കുട്ടിയെ കാണുമ്പോൾ ഇന്നത് നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യുക വേണം, എങ്കിൽ അത് ഉപാസനയായി മാറും. പശു അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ചിന്ത വേണം. പശുക്കുട്ടി കയറിൽ കുറ്റിയിൽ കെട്ടുമ്പോൾ ഇന്ന ചിന്ത വേണം, അങ്ങനെ. അപ്പം നമുക്ക് എന്താണ്, ആ പശുക്കുട്ടിയെ കാണുമ്പോഴും നമുക്ക് ഉപാസന വരും. എന്തൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല. യാജ്ഞവൽക്യ മഹർഷിയുടെ ആ ചിന്താഗതി നോക്കൂ. നമുക്ക് ഒന്നിനെയും അദ്ദേഹം വെറുതെ വിടുന്നില്ല. അത് അശ്വമായിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, ചെറിയ നമ്മുടെ നിത്യജീവിതവുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്ത് തരികയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഉപാസന ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നില്ല, ഉപാസന ഇല്ലാത്തത് കൊണ്ട്, എനിക്ക് ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ട്, അധികാരമില്ലാത്തത് കൊണ്ട് ബൃഹദാരണ്യം ഉപേക്ഷിച്ച് ഞാൻ പോവില്ല. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, നമ്മുടെ നിത്യജീവിതവുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഉപാസനകൾ പറയുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഉപാസന ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി, നമ്മൾ ചെയ്യാൻ എളുപ്പമായിട്ട് പറയുകയാണ്. അപ്പം ഇതാണ് ഒരു ഓവറോൾ ഐഡിയ. എല്ലാവരും ആ പശുക്കുട്ടിയെ ചിന്തിക്കുക. ഒരു ചാപ്രയില്ലേ, ചാപ്ര എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ ആലയില്ലേ, പശു നിൽക്കുന്ന ആല, അത് ചിന്തിക്കുക. ഗോശാല, അത് ചിന്തിക്കുക. അതാണ് ഇനി വരുന്നത്. നമുക്ക് ഇനി മന്ത്രത്തിലേക്ക് പോകാം. യഹ ഹവൈ ശിശും. ഇവിടെ ശിശും എന്ന് വെച്ചാൽ പശുക്കിടാവിനെയാണ് പറയുന്നത് കേട്ടോ. ശിശും എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുക്കിടാവാണ്. അപ്പം ആ കിടാവ് എന്ത് ചെയ്തു? സാധാനം. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സ്തൂണം സധാമ. അപ്പം ഒരാള് യഹ വൈ എന്ന് വെച്ചാൽ യഹ സാധക, നമ്മളോട് പറയുകയാണ് ഒരു പശുക്കിടാവിനെ ചിന്തിക്കാനായിട്ട്. അത് മൂരിക്കുട്ടനോ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശുക്കിടാവ്, അതിനെ അധിഷ്ഠാനമാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇനി ഉപാസന പറഞ്ഞു തരികയാണ്. ഇനി സാധാനം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്, എഴുതിക്കോളൂ. ഒന്നാമത്തെ അർത്ഥം ആധാരം. ഇവിടെ നമ്മുടെ മൃദാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ ഉണ്ടത്, 141 പേജിൽ. സാധാനം എന്ന് വെച്ചാൽ ആധാനം അല്ലെങ്കിൽ അധിഷ്ഠാനം. 2 അർത്ഥമുണ്ട്. ഒരു പശുക്കുട്ടി, ആ പശുക്കുട്ടിയുടെ സാധാനം എവിടെയാണെന്ന് പറയുക. സാധാനം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. പശുക്കുട്ടി ഉണ്ടായി 1-2 ദിവസമായിട്ടുള്ള ആ ചിന്തയാണ് വേണ്ടത്. അതുകൊണ്ട് ശിശും എന്ന് പറഞ്ഞത്. അതിന് അമ്മയിൽ നിന്ന് വിട്ടുപോകാനുള്ള സമയമായിട്ടില്ല, അത്രയും കുറച്ച് ദിവസങ്ങൾ. ജനിച്ച കുട്ടിയാണ്. അപ്പം ആ ജനിച്ച കുട്ടിക്ക് അതിന് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഏതായിരിക്കും? ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും ഭയമില്ലാത്തത്. ആ അർത്ഥമാണ് ഇവിടെ സാധാനം. സാധാനം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞ റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ്.
ഒരു കുട്ടി, ജനിച്ച കുട്ടിക്ക് ഏതായിരിക്കും റെസ്റ്റിംഗ് പ്ലേസ്? അമ്മ തന്നെയായിരിക്കും അല്ലേ? അമ്മയുടെ അടുത്തായിരിക്കും. അല്ലാണ്ട് നമ്മൾ ആധാരം അധിഷ്ഠാനം എന്നുള്ള അർത്ഥത്തിലേക്കൊന്നും ഇവിടെ പോകണ്ട. അതാണ് വ്യംഗ്യാർത്ഥം, അതാണ്. പക്ഷെ നമ്മൾ എടുക്കേണ്ട അർത്ഥം എന്താണ്? ഒരു പശുക്കുട്ടി അതിനേറ്റവും അഭികാമ്യമായ, അനുയോജ്യമായ, ഏറ്റവും സുരക്ഷിതമായ, ആ അർത്ഥം ഇവിടെ എടുക്കാം സാധാനം എന്ന വാക്കിന്. അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം, സുരക്ഷിതമായ സ്ഥലം എവിടെയാണ്? അതിൻ്റെ മാതാവ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ പശുക്കുട്ടി അത് ചിന്തിക്കുക, ആ പശുക്കുട്ടിയുടെ സാധാനം മാതാവ്. ഇനി അടുത്തത്, പ്രാണനെ കുറിച്ച് ഇവിടെ പറയുന്നേ ഇല്ല, അപ്പം നമ്മൾ കൂട്ടിച്ചേർക്കണം. എങ്ങനെയാണ് ഒരു പശുക്കുട്ടിയെ കാണുമ്പം പശുക്കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അതിൻ്റെ മാതാവിൻ്റെ അടുത്താണ് അല്ലേ? അതല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിക്കില്ല. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ എന്താണ്, പശുക്കുട്ടിയെ കാണുമ്പോൾ എന്ത് ചെയ്യണം? പ്രാണ ഉപാസനയാണ് പറയുന്നത്. അപ്പോൾ പശുക്കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം മാതാവ് എന്നതുപോലെ തന്നെ പ്രാണന്, നമ്മളുടെ ഉച്ഛ്വാസ നിശ്വാസത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സ്ഥൂല ശരീരമാകുന്നു. അതൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ, നമ്മൾ കൂട്ടിച്ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ടേബിൾ വരച്ചത്. ആ ടേബിൾ നോക്കിയാൽ മതി അല്ലേ? പശുക്കുട്ടിയുടെ സാധാനം മാതാവ്. സംസ്കൃതത്തിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. മലയാളം വായിക്കാൻ സാധിക്കാത്തൊരു സംസ്കൃതത്തിൽ എഴുതിയെടുക്കുക അല്ലേ? അല്ലാത്തൊരു മറ്റേത് നോക്കുക, മാതാവ്. പിന്നെ അത് പ്രാണൻ. പശുക്കുട്ടിക്ക് മാതാവ് എത്രമാത്രം അധിഷ്ഠാനമാണോ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാണ ഉപാസന നടത്തുമ്പോൾ പ്രാണന് നിലനിൽക്കാൻ എന്ത് വേണം? നമ്മളുടെ സ്ഥൂല ശരീരം അല്ലേ? ഈ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ഉച്ഛ്വാസം നിശ്വാസം ചെയ്യാൻ സാധിക്കൂ. എന്നിട്ട് അതുണ്ടെങ്കിലല്ലേ ബാക്കി ഉപാസനയുടെ കാര്യം അല്ലേ? ശരീരം ഉണ്ടെങ്കിലല്ലേ ഉപാസന ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, സ്ഥൂല ശരീരത്തെ ഓർക്കുക. എത്രമാത്രം മാതാവ് ആ പശുക്കുട്ടിക്ക് ജനിക്കുമ്പോഴും ആ വളർച്ചയിലും ആവശ്യമാണോ അതുപോലെ തന്നെയാണ് പ്രാണ ഉപാസന ചെയ്യുമ്പോൾ പ്രാണന് ആധാരമായിരിക്കുന്ന, പ്രാണന്റെ ഇവിടെ പ്രാണൻ എന്ന് വെച്ചാൽ ഉച്ഛ്വാസ നിശ്വാസ പ്രാണനാണ് കേട്ടോ, അല്ല പരമാത്മാവെന്നുള്ള അർത്ഥമല്ല. ഇവിടെ ഉപാസനയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രാണ ഉപാസന ചെയ്യുമ്പോൾ ആ പ്രാണൻ നിലനിൽക്കുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിലാണ്. സ്ഥൂല ശരീരമുണ്ടെങ്കിലേ പ്രാണന് ഉച്ഛ്വാസ നിശ്വാസ വായുവിന് ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ട് പശുക്കുട്ടിയെ അമ്മയും കാണുമ്പോൾ നീ നിന്റെ സ്ഥൂല ശരീരത്തെ ഓർക്കൂ. നിന്റെ കഴിവുകൊണ്ടല്ല ഈ സ്ഥൂല ശരീരം ഉള്ളത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, കണ്ണും കാതും ഒക്കെ എല്ലാം ചെയ്യുന്നു. എന്തുകൊണ്ട്? പ്രാണൻ ഉള്ളത് കൊണ്ടാണ്. നീ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുന്നത് കൊണ്ടാണ് പ്രാണൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ ഇത്യാദി പേരുകളോടുകൂടി ഇവയുടെ ധർമ്മങ്ങൾ സർവ ഇന്ദ്രിയങ്ങളിലും സർവനാഡികളിലും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നീ ഉള്ളത് എന്ന് ചിന്തിക്കൂ. അതാണ് ഉപാസന. അതാണ് ഒന്നാമത് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. ഇനി അടുത്തത്, രണ്ടാമത്തത്, സംപ്രത്യാധാനം സസ്തൂണം സാധാമ. സംപ്രത്യാധാനം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. സംപ്രത്യാധാനം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ വേണ്ടവർ ആദ്യം അത് എഴുതുക. പ്രത്യക് അധിഷ്ഠാനം എന്ന ആ വാക്കിൻ്റെ അർത്ഥം. സംപ്രത്യാധാനം എന്ന് വെച്ചാൽ പ്രത്യക് അധിഷ്ഠാനം. മലയാളത്തിൽ പറഞ്ഞ വാസസ്ഥലം. ഈ പശുക്കുട്ടിക്കും അതിൻ്റെ അമ്മയ്ക്കും എന്താണ്? ഒരു വാസസ്ഥലം വേണം അല്ലേ? വാസസ്ഥലം, ഈ ചാപ്ര വേണം, ഈ ഗോശാല വേണം. അവിടെ ഇപ്പം എന്താണ്? സംപ്രത്യാധാനം സസ്തൂണം സധാമ എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പശുക്കുട്ടിക്ക് ആദ്യം ഒരു വാസസ്ഥലം വേണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ടേബിൾ നോക്കുക. രണ്ടാമത്തെ എന്താണ്? പ്രത്യാധാനം, വാസസ്ഥലം. അതെന്താണ്? ഗോശാല.
പശുക്കുട്ടിക്ക് അമ്മയെ കാണുമ്പോൾ നമ്മൾ സ്ഥൂല ശരീരം ഓർക്കുക. എങ്ങനെയാണോ പശുക്കുട്ടിക്ക് അമ്മ പ്രധാനം, അതുപോലെ തന്നെ എനിക്ക് സ്ഥൂല ശരീരം പ്രധാനമാണ്. എങ്കിലേ എനിക്ക് പ്രാണൻ നിലനിൽക്കണമെങ്കിൽ സ്ഥൂല ശരീരം വേണം. സ്ഥൂല ശരീരം ഇല്ലെങ്കിൽ പ്രാണന് നിലനിൽപ്പില്ല. അതുപോലെ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞ് ഇനി അടുത്ത രണ്ടാമത്തെ ഉപാസന പറയുകയാണ്. വളരെ സൂക്ഷ്മമാണ്, ഇത് ചെയ്യുവാനും പ്രയാസമാണ്. അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടുകൂടി ഇരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുകയാണ്. എന്താണ്? ഈ പശുക്കുട്ടിക്ക് ഒരു വാസസ്ഥലം വേണം. അതെന്താണ്? പശുക്കുട്ടിയുടെ വാസസ്ഥലം ഗോശാലയാണ്. അതുപോലെ തന്നെ ഈ പ്രാണന്റെ വാസസ്ഥലം ശിരസ്സാകുന്നു എന്ന് ധ്യാനിക്കൂ. ശിരസ്സല്ല, സർവ്വതുമുണ്ട്. തലനാര് മുതൽ പാദം വരെ പ്രാണന്റെ വാസസ്ഥലമാണ്. പക്ഷെ നമ്മളോട് പറയുക, അത്രയൊന്നും നിനക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, വേണ്ട വിട്ടേര്. അറ്റ്ലീസ്റ്റ് നീ നിന്റെ ശിരസ് കാണുമ്പോഴെങ്കിലും പ്രാണനെ ധ്യാനിക്കൂ. എന്ന് വെച്ചാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ മുഴുവൻ നമ്മുടെ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യവും ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നതും അതാണ്. അതുകൊണ്ടാണ് ഇവിടെ ശിരസ്സെന്ന് പറഞ്ഞത്. ശിരസ് മാത്രമല്ല, തുടക്കത്തിൽ ശിരസ്, പിന്നീട് നമ്മൾ സാധന ചെയ്ത് വളർന്ന് സർവനാഡികളിലും കാണാൻ ശ്രമിക്കുക. അതാണ് അജാതശത്രു ഗാർഗനോട് പറഞ്ഞത്. നമ്മൾക്ക് പറ്റാത്തത് കൊണ്ട്, നമുക്ക് സർവനാഡിയിലും ഈശ്വരനെ കാണാൻ സാധിക്കാത്ത കൊണ്ട് നമ്മളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നീ പശുക്കുട്ടിയുടെ ഗോശാല കാണുമ്പോൾ ആ ഗോശാല ഇല്ലെങ്കിൽ പശുക്കുട്ടിക്ക്, ജനിച്ച കുട്ടിക്ക് അഭയമില്ലെങ്കിൽ എങ്ങനെ അത് ജീവിക്കും അല്ലേ? ഇതൊക്കെ വേണം. അമ്മ വേണം, അതിനൊരു കംഫർട്ടായിട്ടുള്ള സ്ഥലം വേണം അല്ലേ? വെയിലും മഴയൊന്നും ഏൽക്കാതെ ഒരു സുരക്ഷിതമായ എങ്കിലേ അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ നീ നിന്റെ ശിരസ് കാണുമ്പോൾ പരമാത്മാവിനെ ഓർക്കുക. അല്ലെങ്കിൽ പ്രാണരൂപത്തിൽ, ശിരസിൽ മുഴുവൻ ഭഗവാൻ പ്രാണരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ കണ്ണു പ്രവർത്തിക്കുന്നത്. ശിരസിൽ എന്തൊക്കെയാണ് ഉള്ളതല്ലേ? കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, നാവുണ്ട്, സർവ ശബ്ദസ്പർശ രൂപരസഗന്ധമായ പഞ്ചേന്ദ്രിയങ്ങളും ശിരസിലുണ്ട്. അപ്പം അതിനെ ചിന്തിക്കൂ. ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ണിലേക്ക് ആ ഞരമ്പ് വഴി പ്രാണൻ വരുന്നത് കൊണ്ടാണ് കണ്ണിന് കാണാൻ അടുത്തതിന് കണ്ണിൻ്റെ ഉപാസനയാണ് വരുന്നത്. കണ്ണിന് കാണാൻ സാധിക്കുന്നത്, ചെവിടിന് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു ഞരമ്പങ്ങോട്ട് മാറിയാൽ മതി, ചെവിടിൻ്റെ കഴിഞ്ഞ് പോകും. പിന്നെ ഞാൻ എത്ര വലിയ വാഗ്മിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചെവിട് കേൾക്കാണ്ടായ? അപ്പം അതാണ് ആ ചിന്തയ്ക്കൂ അല്ലേ? നാവിന് എനിക്ക് എല്ലാം, കഠം, ലവണം, മധുരം എല്ലാം എനിക്ക് രുചിക്കാൻ സാധിക്കുന്നത് എൻ്റെ രസനേന്ദ്രിയം പ്രവർത്തിക്കുന്നു. ആ രസനേന്ദ്രിയത്തിൻ്റെ ഓരോ ഞരമ്പുകളും വളരെ സൂക്ഷ്മമാണ്, മൈന്യൂട്ടാണ് ഈ നാഡികളൊക്കെ. ആ സൂക്ഷ്മമായും അവയെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മധുരത്തെ മധുരമായി കാണാൻ സാധിക്കുന്നത്, എരിവിനെ എരിവായി കാണാൻ സാധിക്കുന്നത്, പുളിയെ പുളിയായി അറിയാൻ സാധിക്കുന്നത്. ഇവയൊക്കെ ഞാൻ രുചിക്കുന്നത്. ഈ രസനേന്ദ്രിയത്തിൽ ആ ഞരമ്പ് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോവിഡ് വന്നോ? എനിക്കൊക്കെ കോവിഡ് വന്നിരുന്നു. അപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. എന്താണ്? ആ രസനേന്ദ്രിയത്തിൻ്റെ ഞരമ്പിന് ആ വൈറസ് ബാധിച്ച്. അപ്പോഴെന്താണ്? എനിക്ക് പനി വരുമ്പം തന്നെ അല്ലേ, നമുക്കറിയാം, കയ്പ്പ് വരും വായിക്കല്ലേ, മധുരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കില്ല, പുളിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? ആ ഞരമ്പിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കതൊക്കെ സാധിക്കും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും എടുത്തു നോക്കും. എനിക്ക് ഘ്രാണം, മണക്കാൻ സാധിക്കുന്നത് അല്ലേ, സുഗന്ധത്തിന് സുഗന്ധമായി അറിയാൻ സാധിക്കുന്നു, ദുർഗന്ധത്തിന് എനിക്ക് ദുർഗന്ധമായി അറിയാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ ഘ്രാണേന്ദ്രിയം വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം എന്തുകൊണ്ടാണ്? പ്രാണനുള്ളത് കൊണ്ട്. അത് ചിന്തിക്കൂ. അതാണ് രണ്ടാമത്തത് അല്ലേ? എളുപ്പമല്ലേ അത്? ഇനി അടുത്തെന്താ? സസ്തുണം സധാമ വേദ. അടുത്തത് ഈ പശുക്കുട്ടിയെ, ചെറിയ കുട്ടി ഉണ്ടായി, പിന്നെ അതിന് കുറുമ്പ് കാണും അല്ലേ?
ഈ പശുക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമ്മയെ വിട്ടു പോകും, അല്ലെ അവിടെ ഇവിടെയൊക്കെ ചാടും, അല്ലേ, ചാണകത്തിൽ പോയി വീഴും, അങ്ങനെ പല പല കുറുമ്പും കാണും. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെ ഒരു സ്ഥാണും സധാമ, ഒരു പശുക്കുട്ടിയെ ഒരു കയറിൽ പിടിച്ച് കെട്ടുവന്നു, അല്ലേ, അത് മെരുക്കി എടുക്കണ്ടേ, നാട്ടിൽ ജീവിക്കുന്നതായിട്ട് മാറ്റണ്ടേ അതിന്. അപ്പോൾ അതിനെന്ത് ചെയ്യും, അതിനെ ഒരു കയറിൽ പിടിച്ച് കെട്ടും. അതാണ് സസ്ഥാണും സധാമ. സധാമ എന്ന് വെച്ചാൽ കയറ്, രജ്ജു. ആ കയറിനെ എന്ത് ചെയ്യും, കയറോടുകൂടി ഈ പശുക്കുട്ടിയെ, ചെറിയ കയറ്, നമ്മൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, മനസ്സിലൊരു പശുക്കുട്ടി വരണം, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, സ്ഥാണും ഒരു കുറ്റിയിൽ പിടിച്ച് അതിനെ കെട്ടുക. അതുപോലെ ഈ പ്രാണനെ ഒരു കുറ്റിയിൽ പിടിച്ച് കെട്ടാൻ പറയുകയാണ്. ആ കുറ്റിയുടെ പേരാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. അതായത് സ്ഥൂല ശരീരമുണ്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്, പ്രാണനുണ്ട്, ഉച്ഛ്വാസം നിശ്വാസം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ അന്നപാനീയങ്ങളെ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ഈ പ്രാണൻ പ്രവർത്തിക്കും? നമുക്ക് എത്ര ദിവസം വെറും വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ സാധിക്കും? 1 ദിവസം, 2 ദിവസം, 3 ദിവസം, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല, വായു മാത്രം. അപ്പം എന്ത് വേണം? കണ്ണിന് കാണണമെങ്കിൽ, നാവിന് രുചിക്കണമെങ്കിൽ പ്രാണൻ മാത്രം പോരാ. ഉച്ഛ്വാസം നിശ്വാസം മാത്രം ചെയ്താൽ ഇതൊന്നും, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. എന്ത് വേണം? ഞാൻ അന്നപാനങ്ങളും കൂടെ കഴിക്കണം. ശരീരത്തിന്, ഈ സ്ഥൂല ശരീരത്തിനെ നറിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അതിനെ പോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്കിലേ കണ്ണിന് കാണാനും കാതിന് കേൾക്കാനും എല്ലാം സാധിക്കും. ഇപ്പം പ്രാണൻ മാത്രം പോരാ, പ്രാണനോടൊപ്പം അന്നവും ജലവും വേണം. അപ്പം പശുക്കുട്ടിക്ക് കയറെത്രമാത്രം പ്രാധാന്യമാണോ, വെല്ലടിച്ചൂടെ, പശുക്കുട്ടിക്ക് കയറെത്രമാത്രം പ്രാധാന്യമാണോ അത്രയും പ്രാധാന്യമാണ് ശരീരത്തിന് അന്നം. അന്നമില്ലെങ്കിൽ അത്, പശുക്കുട്ടിക്ക് കയറ് കൊടുത്തില്ലെങ്കിൽ എന്താ, അത് ഓടി അവിടെ ഇവിടെയും പോയി വീഴും, മുട്ടുപൊട്ടും, അതിന്, അല്ലേ, അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. നമ്മുടെ ഇവിടെ ഉത്തരകാശിയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗോശാലയും, അല്ലെ, പിന്നെ ഈ കുതിരകളുടെ ഇതുണ്ട്, ചാപ്രയുണ്ട്, ആ കുതിരയെ താമസിപ്പിക്കുന്ന സ്ഥലം, അതൊക്കെ ഗംഗാജിയുടെ തീരത്താണ്. അതെന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് വെള്ളം കുടിക്കാനും എല്ലാറ്റിനും അവർ രാവിലെ അഴിച്ചു വിടും. എന്നിട്ട് ഗംഗാജിയിൽ പോയിട്ട് ഇവർ വെള്ളം കുടിക്കും, എന്നിട്ട് മടങ്ങി വരും. എന്നിട്ട് പിന്നെ മേളിലേക്ക് മലയിലേക്ക് കയറ്റി വിടും. എന്നിട്ട് അവരിങ്ങനെ പോയി പച്ചപ്പുല്ല് തിന്നും. ഇഷ്ടംപടി ചെമ്മരിയാടുണ്ട് ഇവിടെ, നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. ചെമ്മരിയാട് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് വന്നിട്ട് നമുക്ക് മലയുടെ മുകളിലോട്ട് കയറിപ്പോകുന്ന കാണണം. ഇങ്ങനെ ഈ മഞ്ഞ് പോലെ ഇങ്ങനെ 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 അവരെ കാണാം. മേളിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മഞ്ഞാണെന്ന്, പക്ഷേ ഈ ചെമ്മരിയാടുകളാണ് കൂട്ടം കൂട്ടമായിട്ട്. എന്നിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരും, വെള്ളം കുടിക്കും, ഗംഗാജിയിൽ വന്നിട്ട് വെള്ളം കുടിക്കും, വീണ്ടും മേളിലോട്ട് പോകും. നല്ല രസമാണ് കാണാം. അപ്പോൾ ഇതിൻ്റെ അമ്മ ഇവരെ സംരക്ഷിക്കുന്ന കാണണം. ഇത് ഈ ബക്രിക്കൊക്കെ ഇതുണ്ടാവും, ചെറിയ ചെറിയ കയറ് കെട്ടിയിടും. കാരണം എന്താ, അത് ഗംഗാജിയിൽ വന്ന് വീണ് ചത്തുപോകാണ്ടിരിക്കാനായിട്ട്. ചെറിയ കിടാവിനും കുതിരയ്ക്കും ഒക്കെ കയറിടും. കാരണം അത് അവർക്ക് ജനിക്കുമ്പോൾ മുതലേ ഗംഗാജലമാണ് അവർ കുടിക്കുന്നത്. അപ്പോൾ അതിൽ വീണ്, കാരണം മുഴുവൻ കല്ലല്ലേ ഇവിടെ, അപ്പോൾ കല്ലിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെ അപകടങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യും, ഒരു സംരക്ഷണാർത്ഥം ആ കയറ്. അതുപോലെയാണ് ഇവിടെ ആ കയറ്, ആ പശുക്കുട്ടിയെ സംരക്ഷിക്കാനാണ്. അതുപോലെ എന്താണ്, നമ്മൾക്ക് അന്നം വേണം നമ്മളെ സംരക്ഷിക്കാൻ, ശരീരത്തിനെ പരിപോഷിക്കുക. എങ്ങനെയാണോ പശുക്കുട്ടി കയറ് സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളെ, ശരീരത്തിനെ നിലനിർത്തുവാൻ, സംരക്ഷിക്കുവാൻ, പോഷിപ്പിക്കുവാൻ അന്നം കൂടിയേ തീരൂ. അതാണ് സസ്തൂണം സധാമ. പശുക്കുട്ടിയെ കെട്ടുന്ന കയറ്
പ്രാണന്റെ ശക്തിയാണ് അന്നം എന്ന് പറഞ്ഞു. ഇതിനെ വേദ അറിയ വേണം. സപ്തഹ ദ്വിഷദഃ ഭ്രാതൃവ്യാൻ അവരുണദ്ധി എന്ന് വെച്ചാൽ ഈ ഉപാസന പറഞ്ഞല്ലോ, പശുവിനെ അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞല്ലോ. ഒരു മിനിറ്റ്. ഓം നമോ നാരായണ. ആരെ എല്ലാവരും ക്ഷമിക്കണം, അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യം വന്ന് ഞാൻ പോവാണ്. മാതാജി ക്ഷമിക്കുക, നമുക്ക് ബാക്കി നാളെ പഠിക്കാം കേട്ടോ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. എല്ലാവരും ക്ഷമിക്കുക, ഞാൻ പോവുകയാണ്. ഇവിടെ ഇപ്പം ശങ്കരഭാഷ്യ പാരായണം തുടങ്ങുകയാണ് 8 മണിക്ക്, അതിനാണ് ബെല്ലടിച്ചത്. ഇപ്പം പോവുകയാണ്. എല്ലാവരും നാളെ മുതൽ ശങ്കര സ്തോത്ര കൃതികൾ പാരായണം ചെയ്യാൻ തയ്യാറായി വരിക. നമോ നാരായണ.